ഫിസിക്സ് ബോക്സിലെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇന്ന് എടുക്കാൻ പോണ പ്രധാനമായിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഹൂക്സ് ലോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. യങ്സ് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് കംപ്രസിബിലിറ്റി, ഷിയർ സ്ട്രെയിൻ കർവ്, സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഇലാസ്റ്റിമസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് കണ്ടന്റിലേക്ക് പോകാം. ഹൂക്സ് ലോ. അപ്പോൾ ഹൂക്സ് ലോ എന്താണെന്ന് നമുക്ക് പറയാൻ പോകുന്നത് കേട്ടോ. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സും അതുപോലെ തന്നെ സ്ട്രെയിനും എന്ത് ചെയ്യുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുകയാണെങ്കിൽ അതിനെ പറയുന്നത് എന്ത് ചെയ്യുക, ഹൂക്സ് ലോ. എന്താണ്? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റിൽ ഒരു ബോഡി എന്ത് ചെയ്യുക, വലിച്ചു നീട്ടുകയാണെന്ന് വെച്ചോ. വലിച്ചു നീട്ടുമ്പോൾ എന്ത് ചെയ്യുക, വലിച്ചു കിട്ടുമ്പോൾ ആ ബോഡിക്ക് എന്ത് ചെയ്യുക, സ്ട്രെസ്സും ഉണ്ടാവും സ്ട്രെയിനും ഉണ്ടാവും അല്ലേ. അങ്ങനെ ഉണ്ടാകും സ്ട്രെസ്സും സ്ട്രെയിനും എന്ത് ചെയ്യുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, ഹൂക്സ് ലോ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അതായത് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പൊ അതങ്ങനെ എഴുതുക, സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എഴുതിക്കോടെ. ഇതിനെ പറയുന്ന എന്ത് ചെയ്യുക, ഹൂക്സ് ലോ എന്ന് പറയാം. അപ്പൊ ഹൂക്സ് ലോ എന്നുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമുക്ക് വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സ്പ്രിങ് കാണിച്ചിട്ടുണ്ട് അല്ലെ. ഇത് സ്പ്രിങ് ഉണ്ട്. അപ്പൊ സ്പ്രിങ്ങിന് ഞാൻ ലോഡ് ഉണ്ട് അല്ലെ. അപ്പൊ ലോഡ് ഉണ്ട്. അപ്പൊ ലോഡ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിന് ഒരു ഇക്വിലിബ്രിയം പൊസിഷനാണ്. അതായത് ആ സ്പ്രിങ് നിൽക്കുമ്പോൾ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. ഞാൻ അതിലേക്ക് ലോഡ് ഇടുമ്പോൾ എന്ത് ചെയ്യുക, ആ സ്പ്രിങ് എന്ത് ചെയ്യുക, താഴോട്ട് താവും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അപ്പൊ പിന്നെ ക്ലിയർ ആണല്ലോ? അപ്പൊ താഴോട്ട് ആടും. പിന്നെ എന്ത് ചെയ്യുക, മുകളിലോട്ട് പോകും അല്ലെ. സ്പ്രിങ് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേഷൻ ചെയ്യും. അങ്ങോട്ടും എന്ത് ചെയ്യുക, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അതായത് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ സ്പ്രിങ് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നമ്മുടെ വെയിറ്റ് ആണ് കൊടുക്കുന്നത്. ആ വെയിറ്റ് ഇടുമ്പോൾ എന്ത് ചെയ്യുക, താഴോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, മേലോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ആ ഫോഴ്സ് എന്ത് ചെയ്യുക, താഴോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് എന്ത് ചെയ്യുക, ഹൂക്സ് ലോ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്, ദ ഫോഴ്സ് റിക്വയർഡ് ടു compress or extend a spring by some distance is proportional to that distance. ക്ലിയർ ആണല്ലോ? അതായത് അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. ക്ലിയർ ആണല്ലോ? എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. ഈ പ്രൊപ്പോർഷണാലിറ്റീസ് ആയി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരികയാണ്. എഫ് അപ്പം എന്ത് ചെയ്യുക, പ്രൊപ്പോർഷണാലിറ്റി ആയി മാറാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ആണ് കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഫ് ഫിസിക്കൽ ടു കെ എക്സ് കിട്ടും. ഫിസിക്കൽ ടു മൈനസ് കെ എക്സ്. ഇത് എന്തായിരുന്നു, ഹൂക്സ് ലോ ആണ്. ഫ്ലോ കെ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ കെ എന്ന സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓക്കെ, യൂണിറ്റ്. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ന്യൂട്ടൺ ആണ് അതിന്റെ യൂണിറ്റ്. ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ ആണ് നമ്മൾ എന്ത് എക്സ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാം. അപ്പൊ ഹൂക്സ് എന്താ, വിത്തിൻ ദിസ് ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പം ഇതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് നിൽക്കുക എന്ത് ചെയ്യുക, എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫോഴ്സ് എന്ത് ചെയ്യുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് ചെയ്യുക, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. യങ്സ് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ്. അപ്പൊ ഈ കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പഠിച്ചത് സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ സ്ട്രെസ്സിന്റെയും സ്ട്രെയിന്റെയും റേഷ്യോനെ കുറിച്ചാണ് എന്ത് ചെയ്യുക, ഈ ഓരോ കേസിലും പറയുന്നത്. ക്ലിയർ ആണല്ലോ? സ്ട്രെസ്സിന്റെയും സ്ട്രെയിന്റെയും റേഷ്യോ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പൊ ആ മാറ്റങ്ങൾ എന്താണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ യങ്സ് മോഡുലസ് ഉണ്ട്, അത് ഷിയർ മോഡുലസ്, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ യങ്സ് മോഡുലസ് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. എന്താ പറഞ്ഞത്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അതിനെ പറയുന്നത് എന്ത് ചെയ്യുക, യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസിനെ ബൈ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ രണ്ടും സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേഷ്യോ ആണ്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണെങ്കിൽ നമ്മൾ എന്ന് പറയാ, യങ്സ് മോഡുലസ് എന്ന് പറയും. അപ്പൊ ഈ യങ്സ് മോഡുലസ് കാണാൻ വേണ്ടി നമുക്കറിയാം, ഈ യങ്സ് മോഡുലസ് എന്ന് പറയുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആകുമ്പോൾ സമയത്ത് സ്ട്രെസ് എന്താ ചെയ്യുക, ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ. അപ്പം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനോ, അത് ചേഞ്ച് ഇൻ ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത് എന്താ പറയാ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയാം. ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ബൈ എൽ. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതിക്കൂടെ, എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. ക്ലിയർ ആണല്ലോ?
ഇതിനാണ് എന്ത് ചെയ്യുക യങ്സ് മോഡുലസ് എന്ന് പറയാം. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഫൈനലായിട്ട് എഴുതാം y ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. ഇതിനാണെന്ന് പറയാ യങ്സ് മോഡുലസ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്താണ് ഷിയർ മോഡുലസ്. ഇതും എന്താണ് ഒരു സ്ട്രെസ്സിന്റെ സ്ട്രെയിൻ്റെ റേഷ്യോ ആണ്. ഇവിടെ എന്താ നമുക്ക് മാറ്റം? ക്ലിയർ ആണല്ലോ? ഷിയറിംഗ് സ്ട്രെസ് ബൈ സ്റ്റിയറിംഗ് സ്ട്രെയിൻ ആണ്. എന്താണ് ഷിയറിംഗ് സ്ട്രെസ് ബൈ സ്റ്റിയറിംഗ് സ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പൊ ഷിയറിംഗ് മോഡുലസിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ ജി ആണ്. ലെറ്റർ ജി. ക്ലിയർ ആണല്ലോ? ക്യാപിറ്റൽ ലെറ്റർ ജി. അപ്പൊ ഷിയറിംഗ് സ്ട്രെസ് ബൈ സ്റ്റിയറിംഗ് സ്ട്രെയിൻ. അപ്പൊ അതിനെങ്ങനെ എഴുതാം? ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഡിവൈഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിനോ. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എച്ച് ബൈ എൽ അല്ലെ, നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ എച്ച് ബൈ എൽ. ഈ ഡെൽറ്റ എച്ച് ബൈ എല്ലിന് നമ്മൾ നേരത്തെ ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ തീറ്റ സ്മോൾ ആണ്, അതായത് ടാൻ തീറ്റ വളരെ, അതായത് ഇപ്പം ടാൻ തീറ്റ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. ക്ലിയർ ആണല്ലോ? അത് ചെറിയ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഈ ടാൻ തീറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീറ്റ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത് എന്ത് ചെയ്യാം? തീറ്റ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ലോ എഫ് ബൈ എ ബൈ തീറ്റ ഈക്വൽ ടു എഫ് തീറ്റ ബൈ സോറി നമുക്ക് എഴുതാം എഫ് ഡിവൈഡർ ബൈ എ തീറ്റ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ജി ഈക്വൽ ടു അപ്പൊ ജി ഈക്വൽ ടു എഫ് ബൈ എ തീറ്റ. ഇതിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക? ഷിയർ മോഡുലസ്. ഇത് തീറ്റ. തീറ്റ ഒരു മിനിറ്റ്. തീറ്റ. ഓക്കെ, അപ്പൊ ഇതിനാണ് ഷിയർ മോഡുലസ് എന്ന് പറയാം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ബൾക്ക് മോഡുലസ് ആൻഡ് കംപ്രസിബിലിറ്റി. അപ്പം ബൾക്ക് മോഡുലസ് നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞ മാത്തമാറ്റിക്കൽ റേഷ്യോ ആണ്, സ്ട്രെസിന്റെ സ്ട്രെയിനും റേഷ്യോ ആണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക? വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ ആണ്. ഇവിടെ വോളിയാണ് എന്ത് ചെയ്യുക? മാറുന്നത്. അപ്പം ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അതായത് എന്താണ്? വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ബൾക്ക് മോഡുലസിനെ ബി എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡർ ബൈ ഏരിയ ഡിവൈഡർ ബൈ വോളിയം സ്ട്രെയിനോ ചേഞ്ചിങ് വോളിയം ടു ദ ഒറിജിനൽ വോളിയം ഡെൽറ്റ വി ബൈ വി. ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു എഫ് വി ബൈ എ ഡെൽറ്റ വി. ക്ലിയർ ആണല്ലോ? എഫ് വി ബൈ എ ഡെൽറ്റ വി. ഇതിനാണ് പറയാ ബൾക്ക് മോഡുലസ് എന്ന് പറയാം. ബി ഈക്വൽ ടു, അതായത് നമ്മൾ എന്ത് ചെയ്യാം? വോളിയത്തിന്റെ സ്ട്രെസ്, അതായത് വോളിയം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ. അപ്പൊ എങ്ങനെ എഴുതാം? ബൾക്ക് മോഡുലസ് ബി ഈക്വൽ ടു എഫ് വി ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ വി. ക്ലിയർ ആണല്ലോ? വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പൊ സപ്പോസ് നമ്മൾ പറയാം, ഇപ്പം ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത് പ്രഷറാണ്. ക്ലിയർ ആണല്ലോ? ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. അപ്പൊ അങ്ങനെ എഴുതി കൂടെ പി ബൈ ഡെൽറ്റ വി ബൈ വി എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എഴുതി കൂടെ പി വി ബൈ ഡെൽറ്റ വി. എന്താണ്? പി വി ബൈ ഡെൽറ്റ വി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? ഒരു മൈനസ് സൈൻ കൂടി ഇടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ വോളിയം കുറയാണ് ചെയ്യുക. എന്താണ്? പ്രഷർ കൊടുക്കുമ്പോൾ ഒരു ബോഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക? അതിന്റെ എന്ത് ചെയ്യുക? വോളിയം ചെറുതാവുകയാണ് ചെയ്യുന്നത്. എന്താണ്? വോളിയം പ്രഷർ കൊടുക്കുമ്പോൾ വോളിയം എന്ത് ചെയ്യുക? ചെറുതാവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് കാണിക്കാനാണ് എന്ത് ചെയ്യുക? ആ നെഗറ്റീവ് ചിഹ്നം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷനെ? ബി ബൾക്ക് മോഡുലസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് പി വി ബൈ ഡെൽറ്റ വി. അപ്പം ബൾക്ക് മോഡുലസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. അപ്പോൾ ഇതാണ് ബൾക്ക് മോഡുലസിന്റെ കാണിക്കുന്നത്, അതായത് വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത പറയാൻ പോകുന്നത് കംപ്രസിബിലിറ്റി എന്നാണ്. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയ ബൾക്ക് മോഡുലസിന്റെ റിവേഴ്സിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്? റിവേഴ്സിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് 1 ബൾക്ക് മോഡുലസിനെ പറയുന്നതാണ് കംപ്രസിബിലിറ്റി എന്ന് പറയാം. കംപ്രസിബിലിറ്റിയെ സൂചിപ്പിക്കുന്നത് കെ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. കംപ്രസിബിലിറ്റി കെ ഇസ് ഈക്വൽ ടു, അതായത് കെ ഇസ് ഈക്വൽ ടു 1/b എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ കംപ്രസിബിലിറ്റിയിൽ 1/b. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ എഴുതിക്കൂടെ? അതായത് കെ ഇസ് ഈക്വൽ ടു 1/b അല്ലേ? അപ്പൊ ബിന്റെ റെസിപ്രോക്കൽ. ഓക്കെ, മൈനസ് ഡെൽ വി ബൈ പി വി. അപ്പൊ കംപ്രസിബിലിറ്റി എന്താണ്?
1/b അല്ലെങ്കിൽ -del(v/pv). അപ്പം ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത് ചെയ്യുക, കംപ്രസിബിലിറ്റി എന്ന് പറയാം. ഓക്കെ, റെസിപ്രോക്കൽ. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഈസ് നോൺ ആസ് കംപ്രസിബിലിറ്റി. അങ്ങനെയാണ് കംപ്രസിബിലിറ്റി ലീസ്റ്റ് ഫോർ സോളിഡ്സ്. അപ്പൊ ഈ സോളിഡ്സിലാണ് കംപ്രസിബിലിറ്റി എന്ത് ചെയ്യുക, വളരെ കുറവ്. ആൻഡ് ദ മോസ്റ്റ് ഫോർ ഗ്യാസസിന് കംപ്രസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുക, ബൾക്ക് മോഡുലസ് വരിക അല്ലെ. അപ്പൊ കംപ്രസിബിലിറ്റി അത് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ബൾക്ക് മോഡുലസ് പറയാം. അങ്ങനെയാണെങ്കിൽ ബൾക്ക് മോഡുലസ് എന്ന് പറയുമ്പോൾ ലീസ്റ്റ് ഫോർ ഗ്യാസസിനായിട്ട് എന്ത് ചെയ്യുക, ലീസ്റ്റ് ഉണ്ടാവുക. അതുപോലെ മോസ്റ്റ് ഫോർ സോളിഡ്സ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ബൾക്ക് മോഡുലസ് ആൻഡ് കംപ്രസിബിലിറ്റി എന്നതിൽ പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ പറയാൻ പോകുന്നത്, സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇത് എക്സാമിനൊക്കെ പല പ്രാവശ്യം ചോദിക്കാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോ സപ്പോസ് ഇവിടെ ഒരു ഡയഗ്രാം കണ്ടില്ലേ, ഈ ഡയഗ്രാം കണ്ടില്ലേ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പ്രിങ് കൺസിഡർ ചെയ്യാം. അതിൻ്റെ അടുത്തൊരു വെയിറ്റ് ഹാങ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഒരു ഹാങ് ചെയ്യാണ് സ്പ്രിങ്. ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു വയറാണ്. ഇതാണ് ഇലാസ്റ്റിക് വയറാണ്, അതായത് ഇലാസ്റ്റിക് ആയിട്ടുള്ള വയറാണ്. ഇതൊരു ബോഡിയാണ്. ആ ബോഡിയുടെ വെയിറ്റ് mg ആണ്. ക്ലിയർ ആണല്ലോ. ഒരു വെയിറ്റ് തൂക്കിയിട്ടുണ്ട്. അപ്പൊ ആ ബോഡി വെയിറ്റ് തൂക്കിയാൽ എന്ത് ചെയ്യുക, ആ സ്പ്രിങ് എന്ത് ചെയ്യുക, അതിൽ ആ ഇലാസ്റ്റിക് ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ടൈപ്പ് ബോഡീസ് ആണ് ഇലാസ്റ്റിക് ബോഡീസ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്കറിയാം ഒരു ബോഡി ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ സ്ട്രിങ് അല്ലെങ്കിൽ ആ ഒരു ബോഡിയിൽ ഇലാസ്റ്റിക് ആ ഒരു വയറിൽ എന്ത് ചെയ്യാം, ഒരു സ്ട്രെസ് ഉണ്ടാവും, ഒരു സ്ട്രെയിൻ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തായാലും സ്ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുക, സ്ട്രെസ്സും ഉണ്ടാവും ആൻഡ് സ്ട്രെയിനും ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ സ്ട്രെസ്സിന്റെ സ്ട്രെയിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എക്സ് ആക്സിസിൽ സ്ട്രെയിൻ ആണ് ഇവിടെ കൊടുക്കുന്നത്, സ്ട്രെയിന്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെസ്സും തമ്മിലുള്ള ഗ്രാഫാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസ് സ്ട്രെയിനും വൈ ആക്സിസിൽ സ്ട്രെസ്സും തമ്മിലുള്ള ഗ്രാഫാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്യുക, സ്ട്രെസ്സും സ്ട്രെയിനും എന്ത് ചെയ്യുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. ഇപ്പൊ എന്ത് ചെയ്യുക, സ്ട്രെസ് എത്രയാണോ ഉള്ളത്, അതായത് ഇങ്ങോട്ട് എത്രയാണോ വലിയനെ അങ്ങോട്ട് അത് തന്നെ അതും എന്ത് ചെയ്യുക, ബാക്കോട്ടും പോകുന്നത്. ക്ലിയർ ആണല്ലോ. അതായത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് വരെ O മുതൽ A വരെ പോയിന്റ് വരെ, ഒരു മിനിറ്റ് ഒന്നുകൂടി വരയ്ക്കാം. 0 O മുതൽ A വരെയുള്ള പോയിന്റ്, ഇതാണ് A എന്നുള്ള പോയിന്റ് വരെ ആ ബോഡി എങ്ങനെ ഒരു ലീനിയർ ആയിട്ടാണ് കാണിക്കുന്നത്. ക്ലിയർ ആണോ, ലീനിയർ ആയിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം സപ്പോസ് നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ ഇതിൽ വീണ്ടും വെയിറ്റ് ഇടുകയാണ്. എന്താണ്, ഈ ഒരു ബോഡിയിലേക്ക് ഞാൻ വീണ്ടും വെയിറ്റ് ഇടുകയാണ്. അപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെയ്യാം, ഒരു വെയിറ്റും കൂടി ഇട്ടു. ക്ലിയർ ആണല്ലോ. അപ്പൊ ബോഡി എന്ത് ചെയ്യും, വീണ്ടും എക്സ്പാൻഷൻ സംഭവിക്കില്ല, അതിന് കുറച്ചും കൂടി താഴോട്ട് വരും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ കാര്യങ്ങളൊക്കെ പറയണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, എക്സ്പാൻഷൻ ഉണ്ടാവും അല്ലേ. എക്സ്പാൻഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ സ്ട്രെസ്സിന്റെ സ്ട്രെയിൻ്റെ വാല്യൂക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ OA എന്നുള്ള പോയിന്റിൽ എന്താണ് കാര്യം നമുക്ക് ആദ്യം പറയാം. ഓക്കെ, അപ്പോൾ OA എന്നുള്ള പോയിന്റിൽ ഫസ്റ്റ് ഉള്ള കാര്യമാണ് ആദ്യം പറയുന്നത്. ഇവിടെ പറയുമ്പോൾ സ്ട്രെസ്സും പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യുക, OA എന്നുള്ള പോയിന്റ് സ്ട്രെസ്സും സ്ട്രെയിനും എന്ത് ചെയ്യുക, പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ ആണല്ലോ, ആ വെയിറ്റ് ഇട്ട സമയത്ത്. രണ്ടാമത്തെ എന്ത് ചെയ്യുക, അങ്ങനെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് എന്ത് ചെയ്യുക, ഹൂക്സ് ലോ ഒബേ ചെയ്യണമെന്ന് പറയും. എന്തായാലും ഒബേ ഹൂക്സ് ലോ. നമ്മൾ എന്ത് ചെയ്യുക, ഹൂക്സ് ലോ എന്താ, സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ. ഇനി എന്താ, സ്ലോപ്പ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ, അതായത് യങ്സ് മോഡുലസ് ആണെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, അതെന്താന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ സപ്പോസ് ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. എന്താണ്, ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് ലീനിയർ ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ സ്ട്രെയിൻ ആണ്, ഇവിടെ സ്ട്രെസ് ആണ്, ഇവിടെ സ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഞാൻ സ്ലോപ്പ് കാണണേ. ഈ ലൈനിന്റെ സ്ലോപ്പ് കാണണം. സ്ലോപ്പ് കഴിഞ്ഞാൽ എനിക്ക് എന്താ ഇവിടെ കിട്ടുക, സ്ലോപ്പ് പറഞ്ഞാൽ ഇവിടെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ കിട്ടുക, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, ഈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിനെ പറഞ്ഞ പേരല്ലേ യങ്സ് മോഡുലസ് വൈ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു കർവ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടുക, പറഞ്ഞ് യങ്സ് മോഡുലസിൽ കാണാൻ പറ്റും.
അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് അല്ലേ, അതായത് സ്ലോപ്പ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആണ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ എ എന്നുള്ള പോയിന്റിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, പ്രൊപ്പോർഷണൽ ലിമിറ്റ്. എന്താണ് എ എന്നുള്ള പോയിന്റിനെ പറയുന്ന പേരാണ് ഈ എ എന്നുള്ള പോയിന്റിലെ അതിനാണ് എന്ത് ചെയ്യുക, പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ, പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രാഫിന്റെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ തരുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ സ്ട്രെസ്സും സ്ട്രെയിനും ഗ്രാഫാണ്, ഒരു പ്രൊപ്പോർഷണൽ ലിമിറ്റ് ഇവിടെ ഉണ്ട്. എ എന്നുള്ള പോയിന്റാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയാം. അപ്പൊ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവും, ഒബേ ഹൂക്സ് ലോ അല്ലേ. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്സും സ്ട്രെയിനിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുക, അവിടെ യങ്സ് മോഡൽസ് ആണ് കിട്ടുക. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ആ ബോഡി നേരത്തെ എടുത്ത ബോഡിയില്ലേ, ഒരു മിനിറ്റ്, ആ ബോഡിയിലേക്ക് ഞാൻ എന്ത് ചെയ്യാം, വീണ്ടും വെയിറ്റ് ഇട്ടു അല്ലെ. വീണ്ടും വെയിറ്റ് ഇട്ട സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, വീണ്ടും കുറച്ച് mg വെയിറ്റ് കൂടി അല്ലെ. വെയിറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യാം, ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഗ്രാഫ് എന്തൊക്കെ മാറ്റങ്ങളാണ്, അതായത് പോയിന്റ് എ മുതൽ ബി വരെ ആ ഗ്രാഫ് എന്ത് ചെയ്യാം, ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് ഇവിടേക്ക് വരയ്ക്കാം. എ മുതൽ ബി വരെ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ, ഗ്രീൻ നെല്ലിൽ കാണിച്ചിട്ടുണ്ട്. എ മുതൽ ബി വരെ ഈ ബോഡി ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ. ഗ്രാഫിന് ചെറിയൊരു വാരിയേഷൻ, ലീനിയർ അല്ല ഗ്രാഫ്. അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ അർത്ഥം ഓക്കെ ഇവിടെ നോക്കട്ടോ. എ ബി എന്നുള്ള ഗ്രാഫ് സ്ട്രെസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അവിടെ എന്ത് ചെയ്യുക, സ്ട്രെസ്സും സ്ട്രെയിനും എന്ത് ചെയ്യുക, ചെറിയ മാറ്റം ഉണ്ട് അല്ലെ. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. പക്ഷേ ബട്ട് ബോഡി റീമെയിൻസ് ഇലാസ്റ്റിക്. ബോഡി എന്ത് ചെയ്യുക, ഇലാസ്റ്റിക് ആയിരിക്കും. അതായത് നമ്മളിപ്പോ എന്ത് ചെയ്യാം, നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബോഡി തന്നെ അല്ലെ. അപ്പൊ ബോഡിക്ക് നമ്മൾ വെയിറ്റ് ഇട്ടപ്പോൾ ബോഡി താഴോട്ട് നീങ്ങില്ലോ. അപ്പൊ അങ്ങനെ താഴോട്ട് മേലോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ക്ലിയർ ആണല്ലോ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുക, വെയിറ്റ് ഇട്ടു. അപ്പൊ അതിന്റെ എന്ത് പറ്റി, സ്ട്രെസ്സും സ്ട്രെയിനും എന്ത് ചെയ്യുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല എന്ന് മനസ്സിലായി. ചെറിയൊരു മാറ്റമുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ബാക്കോട്ട് തന്നെ വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അതായത് ഇലാസ്റ്റിക് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേമാതിരി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇലാസ്റ്റിക് ഉണ്ട്. പക്ഷെ അതെന്ത് ചെയ്യുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, പോകുന്നുണ്ട് പക്ഷെ പ്രൊപ്പോർഷണൽ അല്ല. അതാണ് പറഞ്ഞത് എ ബി എന്നുള്ള പോയിന്റ്. ഓക്കെ, അപ്പം അപ് ടു ബി ബോഡി ക്യാൻ റിട്ടേൺ ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, ബി വരെ ആ ബോഡിക്ക് എന്ത് ചെയ്യുക, അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് റിട്ടേൺ വരുന്നുണ്ട്. അതാണ് എന്ത് ചെയ്യുക, ശരിക്കും ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. അതായത് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ആ ബോഡി എന്ത് ചെയ്യുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബി എന്നുള്ള പോയിന്റിനാണ് എന്ത് ചെയ്യുക, ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്ന് പറയാം. എന്താണ് ഈ പറഞ്ഞില്ലേ, ഇവിടെ ഈ ബി എന്നുള്ള പോയിന്റ് ഇവിടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബി എന്നുള്ള പോയിന്റിനാണ് പറയാ, ആ പോയിന്റ് എന്ന് പറയാ ഇലാസ്റ്റിക് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്ന് പറയാം. നേരത്തെ പറഞ്ഞ പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താ പറഞ്ഞത്, നമ്മള് സ്ട്രെസ്സും സ്ട്രെയിനും എന്ത് ചെയ്യുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. അതായത് എ മുതൽ ബി വരെ പോയിന്റ് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, പക്ഷെ ഇലാസ്റ്റിക് സ്വഭാവം ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ ബി എന്നുള്ള പോയിന്റിനാണ് എന്ത് ചെയ്യുക, ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇനി ബി ടു സി എന്നുള്ള പോയിന്റ് എടുക്കാം. ബി മുതൽ സി വരെയുള്ള ഒരു പോയിന്റ് എടുക്കാം. ഓക്കെ, ശരി, അതിനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മൾ സപ്പോസ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇത് എടുക്കുക. ആ ബോഡിയിലേക്ക് എന്ത് ചെയ്യാം, ഒരു മിനിറ്റ്, ഈ ബോഡിയിലേക്ക് ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്യാം. വീണ്ടും ഞാൻ വെയിറ്റ് ആഡ് ചെയ്തു, വീണ്ടും വെയിറ്റ് ചെയ്തു. അപ്പൊ വീണ്ടും താഴോട്ട് നീങ്ങല്ലോ. ഓക്കെ, ഈ കേസിൽ ഈ ഗ്രാഫ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോഡി വലിവ് കൂടുക അല്ലെ, വലിവ് കൂടുകയാണ്. അപ്പൊ ഇലാസ്റ്റിക് സ്വഭാവം നഷ്ടപ്പെടുകയാണ്. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലതാണ്. അതുപോലെ ഇലാസ്റ്റിക് സ്വഭാവം നഷ്ടപ്പെട്ട് പ്ലാസ്റ്റിക് സ്വഭാവത്തിലേക്ക് വരുന്ന അവസ്ഥയാണ് എന്ത് ചെയ്യുക, ബി ടു സി റീജിയൻ കാണിക്കുന്നത്. എന്താണ് പ്ലാസ്റ്റിക് റീജിയൻ. ക്ലിയർ ആണല്ലോ. അപ്പോ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ ബി ടു സി റീജിയൻ, അതായത് ബി മുതൽ ഈ ഒരു റീജിയൻ ആണ് എന്ത് ചെയ്യുക, ഇലാസ്റ്റിക് റീജിയൻ. എന്താണ് ഇലാസ്റ്റിക് റീജിയൻ. ക്ലിയർ ആണല്ലോ. അപ്പൊ ബി ടു സി എന്ന റീജിയൻ അവിടേക്ക് എന്താ പറയാ, പ്ലാസ്റ്റിക് റീജിയൻ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ അതായത് ഇലാസ്റ്റിക് സ്വഭാവം നഷ്ടപ്പെട്ടു. അതായത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വലിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകില്ല, പിന്നെ അതേമാതിരി തന്നെ നിൽക്കും. അതാണ് എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക് റീജിയൻ. ആ പ്ലാസ്റ്റിക് റീജിയനിലേക്ക് വരും. ഈ സി എന്നുള്ള പോയിന്റിനാണ് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ ആയിട്ട് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയാം. എന്താണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയാം. അതായത് അതിന് കൂടുതൽ എന്ത് ചെയ്യുക, അതിന് വലിച്ചു നീട്ടാൻ പറ്റില്ല. വലിച്ചു നീട്ടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതെന്ത് ചെയ്യുക, പിന്നെ പൊട്ടാനുള്ള പ്രവണത കാണിക്കും.
ക്ലിയർ ആണല്ലോ? ആ പോയിന്റ് ആണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. അതായത് സ്ട്രെസ്സിന്റെ വാല്യൂ എന്ത് ചെയ്യുക, അവിടെ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. അതായത് സ്ട്രെസ്സിന്റെ വാല്യൂ മാക്സിമം കിട്ടുന്ന, അതായത് മാക്സിമം പോയിന്റ് കിട്ടുന്ന ആ പോയിന്റിന് പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയാം. അപ്പൊ അത് നമ്മൾ വരയ്ക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റിലെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ആ സി എന്നുള്ള പോയിന്റാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. അതായത് സ്ട്രെസ്സിന്റെ വാല്യൂ മാക്സിമം കിട്ടുന്ന പോയിന്റ് ആണ് എന്ത് ചെയ്യുക, അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഈ ബി എന്നുള്ള സി എന്നുള്ള രണ്ട് കാര്യങ്ങളില്ലേ, ബി സി, ആ പോയിന്റിനിടയിൽ നമ്മളൊരു പുതിയൊരു പോയിന്റ്, ഒരു പുതിയ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു റീജിയൻ കൺസിഡർ ചെയ്യാം. അത് ബിന്റെ സിന്റെ ഇടയിൽ. ഇപ്പൊ സപ്പോസ് ഞാനിവിടെ പി എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല, ഇവിടെ ഒരു പി എന്ന് കൺസിഡർ ചെയ്തു, പി എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്താണ് ബോഡിയുടെ കാര്യങ്ങൾ എന്നൊക്കെ പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പി എന്നുള്ള പോയിന്റിനെ നമ്മൾ പറയുന്നത് പെർമനന്റ് സെറ്റ് എന്ന് പറയാം. എന്താണ് പെർമനന്റ് സെറ്റ്? അതായത് വെച്ചാൽ ഇപ്പൊ നമ്മൾ കൊടുത്തു സ്ട്രെസ്, അതായത് ഇപ്പൊ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യുക, ആദ്യം ഈ പ്ലാസ്റ്റിക് സ്വഭാവമാണ് കാണിക്കുന്നത് കേട്ടോ. പ്ലാസ്റ്റിക് സ്വഭാവമാണെങ്കിൽ എന്ത് ചെയ്യുക, പക്ഷെ ബോഡി എന്ത് കുറച്ച് എന്ത് ചെയ്യുക, അത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അത് കംപ്ലീറ്റ് ആയിട്ട് വരില്ല. അതായത് വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു പ്ലാസ്റ്റിക് സ്വഭാവം ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യുക, അത് കുറച്ച് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ റിട്ടേൺ കുറച്ച് പൊസിഷനിലേക്ക് പോകും. പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതാണ് ശരിക്കും എന്ത് ചെയ്യുക, പെർമനന്റ് സെറ്റ് എന്ന് പറയാം. അപ്പൊ അത് വരയ്ക്കുകയാണെങ്കിൽ സപ്പോസ് ഓക്കെ, ഈ എന്ന പോയിന്റ് ഒന്ന് ഓക്കെ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇതിനെ ബി നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ഇലാസ്റ്റിക് റീജിയൻ എങ്കിൽ നമ്മളവിടെ നമുക്ക് ഇതിനെ പ്ലാസ്റ്റിക് റീജിയനിൽ നമ്മൾ പെർമനന്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഒന്നുകൂടി വരയ്ക്കാം. ഈ ഒരു റീജിയനിൽ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അതെന്ത് ചെയ്യുക, പെർമനന്റ് സെറ്റ് എന്ന് പറയും. എന്താണ് പെർമനന്റ് സെറ്റ് എന്ന് പറയും? പെർമനന്റ് സെറ്റ്. ക്ലിയർ ആണല്ലോ? അതായത് ബോഡിക്ക് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക് സ്വഭാവം ആണെങ്കിൽ കൂടിയിട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുക, ഇലാസ്റ്റികതയിലേക്ക് പോകാൻ കഴിയില്ല. ഇലാസ്റ്റിക് ഉള്ള പ്രോപ്പർട്ടിയിലേക്ക് കംപ്ലീറ്റ് പോകാൻ പറ്റൂല. അതായത് ഒരു ബോഡിയുടെ പഴയ അവസ്ഥയ്ക്ക് തിരിച്ചു പോകാൻ പറ്റൂല. എന്നാൽ തന്നെ എന്ത് ചെയ്യുക, അത് കുറച്ച് പഴയ അവസ്ഥയ്ക്ക് എത്തുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് എത്തൂല. അങ്ങനെയുള്ള അവസ്ഥ എന്ത് ചെയ്യുക, പെർമനന്റ് സെറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പറയാനുള്ളത് സി ടു ഡി, അതായത് സി ടു ഡി പറയാം. അതിന് മുന്നേ ബി ടു സിന്റെ എക്സ്പ്ലനേഷൻ പറയണ്ടേ? ഓക്കെ, ഇപ്പം ബി സി എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ പറയാൻ വേണം കേട്ടോ. ബോഡി ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ബോഡി ഷോസ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, അത് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം ബോഡി എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവമാണ് കാണിക്കുക. പെർമനന്റ് സെറ്റ് ഈസ് ആൻ ഇറവേഴ്സിബിൾ ഡിഫോർമേഷൻ ഇൻ എ മെറ്റീരിയൽ ലൈക്ക് ഡ്യൂ ടു ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, അത് പറയാം. Okay, the maximum value of stress produced by the body is called ultimate stress. അല്ലേ, അത് മാക്സിമം, അതായത് സ്ട്രെസ് എന്ത് ചെയ്യുക, ഒരു ബോഡി പൊട്ടുന്നതിന് മുൻപ് കാണിക്കുന്ന മാക്സിമം സ്ട്രെസ്സിന്റെ വാല്യൂ, അതാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. ഒരു ബോഡി പൊട്ടുന്നതിന് മുന്നേ കാണിക്കുന്ന മാക്സിമം സ്ട്രെസ്സിന്റെ വാല്യൂ. ക്ലിയർ ആണല്ലോ? അതാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. അത് സ്ട്രെസ്സിന്റെ വാല്യൂ മാക്സിമം ആവുന്ന പോയിന്റ് ആണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയാം. അതിൽ ബോഡി പൊട്ടുന്നതിന് മുന്നേ ഉണ്ടാകുന്ന സ്ട്രെസ്സിന്റെ മാക്സിമം വാല്യൂ. ക്ലിയർ ആണല്ലോ? അതിനാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ പെർമനന്റ് സെറ്റ് എന്താണെന്ന് ഒന്ന് പറയാം, ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് എന്താണെന്ന് കൂടി പറയാം. നമ്മൾ ബിന്റെയും സിന്റെയും ഇടയിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു അല്ലെ, ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത്, അതാണ് പോയിന്റ് പി. ആ പോയിന്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ബോഡിയുടെ ലോഡ് എടുത്തു മാറ്റുന്നു. ബോഡിയുടെ ലോഡ് എടുത്തു മാറ്റുകയാണ്. ബോഡിയുടെ ലോഡ് എടുത്തു മാറ്റുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക, അത് പഴയ അവസ്ഥയിലേക്ക് ഇങ്ങനെ വരാണ് ശ്രമിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷെ അതിനെന്ത് ചെയ്യുക, ദ വാല്യൂ ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഡിക്രീസസ്. അതായത് അപ്പൊ എന്ത് ചെയ്യാ, നമ്മുടെ ബോഡി എടുത്ത് മാറ്റുമ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും എന്ത് ചെയ്യാ, കുറയും അറിയാലോ, കുറയും. അതായത് സ്ട്രെസ്സിന്റെ വാല്യൂ സീറോ ആകുമ്പോഴും സ്ട്രെസ്സിന്റെ വാല്യൂ സീറോ ആകുമ്പോഴും സ്ട്രെയിനിന്റെ വാല്യൂ സീറോ ആവുന്നില്ല. അതെങ്ങനെയാ ഇവിടെ പറഞ്ഞത് ഗ്രാഫില്? ഇവിടെ സ്ട്രെസ് ഇല്ലേ, സ്ട്രെസ്സിന്റെ വാല്യൂ ഇവിടെ ഇതെത്തില്ലേ, ബോഡി എടുത്ത് മാറ്റി. സ്ട്രെസ്സിന്റെ വാല്യൂ സീറോ ആയപ്പോൾ, അതായത് ഈ പഴയ അവസ്ഥയിലേക്ക്, അത് ഈ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ സ്ട്രെസ്സിന്റെ വാല്യൂ സീറോ ആയപ്പോഴും സ്ട്രെയിനിന്റെ വാല്യൂ എന്ത് ചെയ്യുക, സ്ട്രെസ്സിന്റെ വാല്യൂ സീറോ ആയി.
അപ്പോൾ ഇതാ ഇവിടെ എത്തി. ഈ എൻഡിൽ പോയി സ്ട്രെസ്സിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ എന്ത് ചെയ്യാം, സ്ട്രെസ്സിന്റെ വാല്യൂ നമ്മളിവിടെ എഴുതാം. ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആകും. സ്ട്രെസ് 0 ആയിരിക്കും. ഒന്നും കൂടി എഴുതാം. ഇവിടെ ഈ ഒരു പോയിന്റിൽ സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യാം, സ്ട്രെയിൻ എന്ത് ചെയ്യാം, നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ സ്ട്രെയിൻ എന്താവും, നോട്ട് ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ. സ്ട്രെയിൻ്റെ വാല്യൂ 0 അല്ല. ഓക്കെ, ആ ഒരു പോയിന്റ് ഇതില്ലേ, പോയിന്റിൽ എത്തൂലേ, അതാണ് പെർമനന്റ് സെറ്റിൽ സംഭവിക്കുന്നത്. സ്ട്രെസ്സിന്റെ വാല്യൂ 0 ആകുമ്പോഴും സ്ട്രെയിൻ്റെ വാല്യൂ 0 ആവുന്നില്ല. ഏതിന്റെ കേസിൽ, പെർമനന്റ് സെറ്റിന്റെ കേസിൽ. അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, പെർമനന്റ് സെറ്റ് എന്ന് പറയാം. എന്താണ് പെർമനന്റ് സെറ്റ്? അപ്പം പെർമനന്റ് സെറ്റ് എന്താണെന്ന് കൂടി പറയാം. സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബോഡിയിലേക്ക് നേരത്തെ ഇട്ട വെയിറ്റ് ഇല്ലേ, ആ വെയിറ്റ് റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ സ്ട്രെസ്സും സ്ട്രെയിനും എന്ത് ചെയ്യുക, കുറയും. ആ സ്ട്രെസ്സിന്റെ സ്ട്രെയിന്റെ വാല്യൂ കുറയും. ക്ലിയർ ആണല്ലോ. അപ്പൊ ബോഡി എന്ത് ചെയ്യുക, പഴയ അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ബോഡിക്ക് എന്ത് ചെയ്യുക, ആദ്യം ഉണ്ടായിരുന്ന ആദ്യത്തെ അവസ്ഥയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബോഡിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ട്രെയിന്റെ വാല്യൂ, അതായത് സ്ട്രെസ്സിന്റെ വാല്യൂ 0 ആണ്. അത് സ്ട്രെസ്സിന്റെ വാല്യൂ 0 ആകുമ്പോഴും സ്ട്രെയിന്റെ വാല്യൂ എന്ത് ചെയ്യുക, 0 ആവുന്നില്ല. ക്ലിയർ ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ്സിനെ പറയുന്നതാണ് പെർമനന്റ് സെറ്റ്. ക്ലിയർ ആണല്ലോ. എന്താണ് പെർമനന്റ് സെറ്റ്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിലും കൂടി എഴുതിയത്. നിങ്ങളിത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിലേക്ക് ലാസ്റ്റ് എക്സ്പ്ലനേഷൻ എന്താണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ C to D പോയിന്റ് അല്ലേ, ഈ സിയിൽ, അതായത് ബോഡി, ഈ സി എന്ന് പറഞ്ഞ അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ്. ബോഡി എന്ത് മാക്സിമം നിൽക്കുന്ന കേസാണ്. ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി വലിച്ചാൽ ബോഡി എന്ത് ചെയ്യുക, പൊട്ടിപ്പോവും അല്ലേ. C to D ബോഡി എന്ത് ചെയ്യുക, പൊട്ടിപ്പോവും. അതിനാണ് എന്ത് ചെയ്യുക, ഒരു ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ്? ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് ആണ് C to D വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഡിയിൽ എത്തുമ്പോഴത്തേക്ക് ബോഡി എന്ത് ചെയ്യുക, പൊട്ടിപ്പോകും. ക്ലിയർ ആണല്ലോ. ആ ബോഡി പൊട്ടിപ്പോകും. അതായത് നമ്മൾ വീണ്ടും വെയിറ്റ് ആഡ് ചെയ്യുമല്ലോ. വീണ്ടും വെയിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യുക, വീണ്ടും എക്സ്റ്റൻഷൻ സംഭവിക്കും. ബോഡി എന്ത് ചെയ്യുക, ഡാമേജ് ആവും, അതായത് പൊട്ടിപ്പോകും അല്ലെങ്കിൽ കൊളാപ്സ് ആവും. അപ്പൊ അത്ര കാര്യങ്ങൾ പറയാം. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി ഒന്ന് പറയാം. ഓക്കെ, അപ്പം ബോഡി എന്ത് ചെയ്യുക, ഷോസ് പ്ലാസ്റ്റിക്, അതായത് നമുക്കറിയാം ഈ ബി എന്നുള്ള പോയിന്റിന് ശേഷം ഓൾറെഡി ബോഡി എന്താ ഷോ ചെയ്യണത്, പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി എന്താ ഷോ ചെയ്യണത്. ഓക്കെ, ഇവിടെ എന്താ, ഇതൊക്കെ പ്ലാസ്റ്റിക് റീജിയൻ തന്നെ, പ്ലാസ്റ്റിക് റീജിയൻ തന്നെയാണ്. ക്ലിയർ ആണല്ലോ. ബിക്ക് ശേഷമുള്ള റീജിയൻ ഒക്കെ എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക് റീജിയൻ ആണ്. അപ്പം ബോഡി എന്താണ് കാണിക്കുന്നത്, ബോഡി ഷോസ് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ. അപ്പൊ എന്ത് ചെയ്യുക, സ്ട്രെസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സ്ട്രെയിൻ. സ്ട്രെസ് എന്ത് ചെയ്യുക, ആ ഗ്രാഫ് പറയാം. ഈ ഗ്രാഫ് കണ്ടോ നിങ്ങൾ, സ്ട്രെസ് ഡിക്രീസ്, സ്ട്രെസ് എന്ത് ചെയ്യുക, കുറയാണ്. അതായത് സ്ട്രെസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സ്ട്രെയിൻ. സ്ട്രെസ് കുറയുകയാണ്, പക്ഷെ സ്ട്രെയിൻ എന്ത് ചെയ്യുക, കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സ്ട്രെയിൻ ഇത് അങ്ങനെ കൂടിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യുക, സ്ട്രെസ് എന്ത് ചെയ്യുക, കുറയാണ്. ക്ലിയർ ആണല്ലോ. സ്ട്രെസ് ഇതാ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ, ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യുക, സ്ട്രെസ്സിന്റെ വാല്യൂ കുറയാണ്. സ്ട്രെയിന്റെ വാല്യൂ എപ്പോഴും എന്ത് ചെയ്യുക, കൂടിക്കൊണ്ടിരിക്കില്ല. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഡീനെ പറയുന്നത് ഫ്രാക്ചർ പോയിന്റ് ഓർ ബ്രേക്കിംഗ് പോയിന്റ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ എക്സാമിന് എന്തായാലും പഠിച്ചിരിക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇലാസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതെന്താ നമുക്ക് എല്ലാവരും അറിയാം. ഇലാസ്റ്റിക് മെറ്റീരിയലിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലെ. ഇലാസ്റ്റിക് എന്ത് ചെയ്യുക, ഒരു ബോഡിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഫോഴ്സ് കൊടുത്താൽ അത് എന്ത് ചെയ്യുക, റിട്ടേൺ തരും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ റബ്ബർ ബാൻഡ് ഉണ്ട്, റബ്ബറിന്റെ ഫോഴ്സ് കൊടുത്തു അല്ലെ, ഞാൻ വലിച്ചു, അപ്പം അങ്ങനെ തന്നെ പോയി. വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ പഴയ അവസ്ഥയിലേക്ക് റിട്ടേൺ വരും. അറിയാലോ. ആ ടൈപ്പ് ബോഡീസ് എന്താ ഇലാസ്റ്റിക് ബോഡി എന്ന് അറിയാം. അപ്പോൾ ഇലാസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാലും ഈ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുക, ഇലാസ്റ്റമേഴ്സ് എന്ന് പറയാം. എന്താണ് ഇലാസ്റ്റമേഴ്സ്? അതായത് ഇറ്റ് ക്യാൻ റിട്ടേൺ ടു ദിയർ ഒറിജിനൽ ഷേപ്പ് സ്ലോലി ആഫ്റ്റർ ഡീഫോർമേഷൻ. പക്ഷേ പറയാനുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, റബ്ബർ ബാൻഡ് ആണെങ്കിൽ പെട്ടെന്ന് റിട്ടേൺ വരും. അപ്പൊ ഇലാസ്റ്റമേഴ്സ് ആകുമ്പോൾ ചെറിയ പ്രത്യേകത, ഞാൻ വലിച്ചു, ഈ വലിച്ചു നീട്ടാം. ഇത് ഇലാസ്റ്റമേഴ്സ് എന്നുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇത് വലിയും. ക്ലിയർ ആണല്ലോ. പക്ഷെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പോവാതെ പതുക്കെ പഴയ സ്റ്റേജിലേക്ക് എത്തുള്ളൂ. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് ഇലാസ്റ്റമേഴ്സ്. ക്ലിയർ ആണല്ലോ. എന്ത് ചെയ്യുക, ബോഡി എന്ത് ചെയ്യുക, റിട്ടേൺ ടു ഒറിജിനൽ ഷേപ്പ് സ്ലോലി, വളരെ സ്ലോലി ആയിട്ട്. ഓക്കെ, അപ്പൊ ഇലാസ്റ്റമേഴ്സ് എന്താന്ന് മനസ്സിലായല്ലോ. അപ്പൊ നേരത്തെ ഒരു ഗ്രാഫ് പറഞ്ഞില്ലേ, സ്ട്രെസ്സിന്റെ സ്ട്രെയിൻ ഗ്രാഫ് എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, യങ്സ് മോഡൽസ് ആണ്, അത് ലീനിയർ ആണ് കിട്ടുന്നത്. അതായത് നേരത്തെ ഒരു ഗ്രാഫ് വരച്ചില്ലേ നമ്മള്,
ഇവിടെ സ്ട്രെസ് ഉണ്ട്, ഇവിടെ സ്ട്രെയിൻ ഉണ്ട്. അപ്പം സ്ട്രെയിൻ ലൈൻ കണ്ട്, അപ്പൊ തീറ്റ കണ്ടപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ കണ്ടപ്പോൾ ഇതാ സ്ട്രെസ് ബൈ സ്ട്രെയിൻ കണ്ടപ്പോൾ എന്താ കിട്ടി? യങ്സ് മോഡൽസ് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ഇലാസ്റ്റിമേഴ്സ് ആകുമ്പോൾ എന്ത് ചെയ്യുക? വളരെ പെട്ടെന്ന് സ്ട്രെസ് ബൈ സ്ട്രെയിനിന്റെ റേഷ്യോ എടുക്കുക എന്ന് പറയുമ്പോൾ അതിന് ഗ്രാഫ് ലീനിയർ അല്ല. അതിന്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ലീനിയർ അല്ല. കണ്ടല്ലോ? അതിന് ഗ്രാഫിന് ഷേപ്പ് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ കണ്ടില്ലേ? ഇങ്ങനെ ഗ്രാജുവലി ആയിട്ടുള്ള വ്യത്യാസമുണ്ട് കേട്ടോ. ലീനിയർ ആയിട്ടല്ല ഉണ്ടാവുന്നത്, ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സ്ട്രെയിൻ ആണ്, വൈ ആക്സിസിൽ സ്ട്രെസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രാഫും കേട്ടോ. ആ ഗ്രാഫിൻ്റെ ഷേപ്പ് നിങ്ങൾ പഠിക്കാം. അപ്പോൾ ചില മെറ്റൽസിൻ്റെ ഒരു ചില മെറ്റൽസിൻ്റെ ഒരു ഗ്രാഫാണ് സ്ട്രെസ്സും സ്ട്രെയിനും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഇതൊരു ഇലാസ്റ്റിക് പോളിമർ ആണ്. ഇലാസ്റ്റിമേഴ്സ് പറഞ്ഞാൽ ഒരു ഇലാസ്റ്റിക്കതയുള്ള പോളിമർ ആണ് ഇലാസ്റ്റിക് പോളിമേഴ്സ് ആണ്. പിന്നെ റബ്ബറി ബിഹേവിയർ, ഇത് റബ്ബർ ടൈപ്പ് സ്വഭാവമാണ് കാണിക്കുന്നത്. പക്ഷെ വളരെ പതുക്കെ എന്ത് ചെയ്യുക, അത് അതിന്റെ പഴയ സ്റ്റേറ്റിക്ക് വരുള്ളൂ. ലോ യങ്സ് മോഡുലസ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ആ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ത് ചെയ്യാം, ലീനിയർ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് യങ്സ് മോഡുലസ് കിട്ടും. ഇവിടെ യങ്സ് മോഡുലസ് എന്ത് ചെയ്യാം, ഗ്രാഫിന്റെ ഷേപ്പ് ലീനിയർ അല്ല. അതുകൊണ്ട് യങ്സ് മോഡുലസ് എന്ത് ചെയ്യാം, ലീനിയർ അല്ല കിട്ടുക. അപ്പൊ എന്ത് ചെയ്യാം, യങ്സ് മോഡുലസ് കുറയും. അതാണ് വളരെ ലോ യങ്സ് മോഡുലസ് എന്ന് പറയാം. ഓക്കെ, ഇനി എന്താ, ഇലാസ്റ്റിമർ ഡു നോട്ട് ഒബേ ഹൂക്സ് ലോ. അതായത് ഹൂക്സ് ലോ ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സും സ്ട്രെയിനും എന്ത് ചെയ്യുക, പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഇവിടെ ഗ്രാഫിന്റെ ഷേപ്പ് തന്നെ എന്താ ചെയ്യുക, ലീനിയർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൂക്സ് ലോ ഒബേ ചെയ്യുക. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ല. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് പറയാൻ പോകുന്നത്. റബ്ബർ, ഇലാസ്റ്റിക് ടിഷ്യൂസ്, അറോട്ട, ടിഷ്യൂ ഓഫ് അറോട്ട, നമ്മുടെ ബോഡിയിലുള്ള ടിഷ്യൂ ഓഫ് അറോട്ട, അങ്ങനെയുള്ള ഇലാസ്റ്റിക് ടിഷ്യൂസ്, അതുപോലെ തന്നെ റബ്ബർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.